കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളത്ത് പ്രത്യേകിച്ച് കൊച്ചിയിൽ വ്യാപക തോതിലുള്ള ലഹരി വേട്ടയാണ് പോലീസും എക്സൈസും ഡാൻസ് ഓഫ് സംഘവുമൊക്കെ ചേർന്ന് നടത്തുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നാർക്കോട്ടിക് കേസിയായുള്ള കെ അബ്ദുസലാം സാറാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ സാർ പങ്കുവയ്ക്കും. പ്രത്യേകിച്ച് ഈ അടുത്തിടെ വളരെയധികം ചർച്ചയായ ഷൈൻ ടോം ചാക്കോയുടെ കേസിലെ അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സാർ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തോതിലുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോൾ ഏപ്രിൽ 15 വരെയുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ കണക്കുകൾ മുൻവർഷത്തേക്ക് അപേക്ഷിച്ച് ഞെട്ടിക്കുന്നതാണോ? കഴിഞ്ഞ വർഷമായിട്ട് 2600ഓളം കേസിൽ കൊച്ചി സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ 44 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും 118 ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസും ഉണ്ടായിരുന്നു. ഈ വർഷം ഇതുവരെ 1127 കേസ് ഏപ്രിൽ വരെ 4 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്ത് 1258 പ്രതികളെ അറസ്റ്റ് ചെയ്ത് അതിൽ 20 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസും 37 ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസും ഉണ്ട്. ഇപ്പം ഈ വാണിജ്യ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ പിടികൂടുന്ന കഞ്ചാവിൽ പിടികൂടുന്ന ആളുകളെയും അല്ലെങ്കിൽ ലഹരിയുമായി പിടികൂടുന്ന ആളുകളെയും ഈ കൈവശം ചെറിയ തോതിൽ ഉപയോഗിക്കുന്ന ആളുകളെയും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണോ കേസ് എടുക്കാറ് സാധാരണ? അല്ല, കേസ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉള്ള ആൾക്കാർ അവർക്ക് പണിഷ്മെൻറ്റ് NDPS ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് 20 വർഷം തടവാണ് പറഞ്ഞിരിക്കുന്നത്. അത് 10 വർഷത്തിൽ താഴെ ശിക്ഷ കൊടുക്കാൻ പാടില്ലെന്ന് പ്രത്യേകം ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിക്ക് 20 വർഷം തടവും, ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസിൽ 10 വർഷം തടവും, സ്മോൾ ക്വാണ്ടിറ്റി കേസിൽ 1 വർഷം തടവ് അല്ലെങ്കിൽ 10,000 രൂപ പിഴയാണ് NDPS ആക്ട് 1985 പറയുന്നത്. ഇപ്പോൾ പിടികൂടുന്നവരിൽ ഈ സ്ത്രീകൾ കൂടുതൽ മുൻവർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ സ്ത്രീകളും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികളും കാരിയറുമായ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകൾ അതിലേക്ക് തിരിയുന്നു എന്ന് തോന്നുന്നുണ്ടോ? സ്ത്രീകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. സ്ത്രീകൾ പ്രത്യേകിച്ച് MDMAയുടെ ഉപയോഗം സ്ത്രീകൾ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. നമ്മൾ പല സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ സ്ത്രീകളുടെ ഇതെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് അഡിക്റ്റായി പോകും. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ഒരു ഒറ്റ ഉപയോഗത്തിൽ പെട്ടെന്ന് അഡിക്റ്റ് ആവാറ്. ഇതിന് ഇപ്പോൾ തന്നെ ഇന്നലെ പല സ്ഥലത്തായിട്ട് ഡി-അഡിക്ഷൻ സെൻ്ററിലൂടെ ആൾക്കാർ നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ കൗൺസിലിംഗ്, എക്സൈസിന് വിമുക്തി കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, എക്സൈസ് ഓഫീസർ, അവിടെ അയക്കും. പിന്നെ പല സ്ഥലത്തായിട്ട് സർക്കാരിൻ്റെ ഗ്രാൻഡോടുകൂടി അല്ലാതെ പ്രൈവറ്റായിട്ടും സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിലൊക്കെ ഇത് ഡി-അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. അവിടെ നമ്മൾ വിട്ട് നമ്മൾ അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമം നടത്താറുണ്ട്. ഈ കൊച്ചി എന്ന് പറയുന്നത് കൂടുതൽ പുറത്ത് നിന്ന് മറ്റ് ജില്ലകളിൽ നിന്നും കൂടുതൽ ആളുകൾ ജോലിക്കായും പഠിക്കാനുമൊക്കെ ആയി എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ലഹരി കേസുകളിൽ കൂടുതലും പിടിയിലാവുന്നത് മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരാണോ അതോ എറണാകുളം ജില്ലയിൽ തന്നെ ഉള്ളവരാണോ? ഇല്ല, കൊച്ചി സിറ്റിയിൽ പിടിക്കുന്ന കേസുകളിലെ അന്യ ജില്ലകളിൽ നിന്നുള്ളവരാണ് കൂടുതലും പിടിക്കുന്നത്. ഇവിടെ പഠിക്കാനും മറ്റു ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന, ജോലി ആവശ്യമായിട്ട് താമസിക്കുന്ന ആൾക്കാർ, യുവാക്കളാണ്, മറ്റു ജില്ലക്കാരാണ് ഇവിടെ കൂടുതലും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. കഞ്ചാവൊക്കെ ഒറീസയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ട്രെയിൻ മാർഗവും ബസ് വഴിയും പച്ചക്കറി വണ്ടിയിലൊക്കെ ഒറീസയിൽ നിന്ന് കഞ്ചാവ് വരുന്നത്. ബ്രൗൺ ഷുഗർ ആസാമിൽ നിന്നാണ് വരുന്നത്. MDMA നമുക്ക് വരുന്നതിൽ 80% ബാംഗ്ലൂരിൽ നിന്നും പിന്നെ ഡൽഹിയിൽ നിന്നും ഗോവയിൽ നിന്നും വരുന്നുണ്ട് MDMA. സാധാരണ നമ്മൾ ഈ കഞ്ചാവ് പിടിക്കുന്നു, MDMA പിടിക്കുന്നു, അപ്പോൾ ഇതിൻ്റെ ഒരു സോഴ്സിലേക്ക് അല്ലെങ്കിൽ എവിടെ എത്തുന്നു എന്നതിലേക്ക് എത്താൻ പോലീസിനും അല്ലെങ്കിൽ എക്സൈസിനും ഒക്കെ സാധിക്കുന്നുണ്ടോ? മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി കേസിലും നമ്മൾ സോഴ്സ് ട്രേസ് ചെയ്ത് മാക്സിമം പ്രതികളെ ഇപ്പോൾ കൊടുത്ത ആൾക്കാർ ആരാന്ന് വെച്ചാൽ അവർ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട. നമ്മളതിൻ്റെ കൊടുത്തിട്ട് ഈ തന്നെ പിടിച്ചില്ല മറ്റേ പിടിച്ചെന്ന് വിചാരിച്ച് ഒരു മയക്കുമരുന്ന് വെച്ചെടുക്കാനും പ്രതീക്ഷ വെക്കേണ്ട. നമ്മൾ അതിൻ്റെ സോഴ്സ് ട്രേസ് ചെയ്ത് കൊടുത്ത ആൾക്കാരെ എല്ലാവരെയും നമ്മൾ അറസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ താങ്കളാണ്. അപ്പോൾ ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ തെളിവുകളുടെ അഭാവം ഉണ്ടാവും അല്ലെങ്കിൽ പോലീസിന് തിരിച്ചടി അയക്കുമെന്നൊരു തോന്നലുണ്ടോ? ഒപ്പം തന്നെ സിനിമാ സെറ്റുകളിൽ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ ഈ അടുത്തിടെ തന്നെയാണെങ്കിൽ മുഖ്യധാര സിനിമാ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ലഹരിയുമായി പിടിയിലാകുന്നത്. അപ്പോൾ സിനിമയിലെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നാർക്കോട്ടിക് സെൽ നടത്തുന്നുണ്ടോ? ഷൈൻ ടോം ചാക്കോയുടെ കേസ് അന്വേഷണം നടത്തുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ്. അതിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അയാൾ അവിടെ നിന്ന് എസ്കേപ്പായി പോയത്. അന്വേഷണം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് നടത്തുന്നത്. വിശദമായിട്ട് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തുന്നു ഷൈൻ ടോം ചാക്കോയുടെ. ഇപ്പോൾ അയാൾ ഞാൻ ഇന്നലെ വിവരം അറിഞ്ഞത് എക്സൈസ് അവിടെ ഡി-അഡിക്ഷൻ സെൻ്ററിലാക്കിയെന്നുള്ള വിവരമാണ് ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. അത് നല്ല കാര്യമാണത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കേണ്ടതല്ലേ? സിനിമയിലിപ്പോൾ എക്സൈസ് 2 ദിവസം മുമ്പ് നടത്തിയ പരിശോധനയിൽ 2 സംവിധായകരെ അറസ്റ്റ് ചെയ്തു. അതുകൂടാതെ ഇന്നലെ SOG എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, ഡാൻസ് ഓഫ് കൂടാതെ നമുക്ക് ഓരോ പോലീസ് സ്റ്റേഷനിലും നാർക്കോട്ടിക് കേസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി 2 പോലീസ് ഉദ്യോഗസ്ഥരാകുമ്പോൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അവരാണ് തൃപ്പൂണിത്തുറയിൽ വേടൻ്റെ ഗ്രൂപ്പിലെ പോപ്പ് ഗ്രൂപ്പിൻ്റെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനിയും സിനിമ സെറ്റുകളിലൊക്കെ രഹസ്യ വിവരങ്ങൾ എടുത്ത് അവിടെ ഉപയോഗം ഉണ്ടെന്ന് നമുക്ക് വിവരം കിട്ടുകയാണെങ്കിൽ നമ്മൾ
ചെയ്യും. പരിശോധനകൾ വാച്ച് ചെയ്തിട്ട് നമ്മൾ പരിശോധന എടുത്താൽ അവിടെ. സാറിപ്പോൾ പറഞ്ഞു ഷൈൻ ടോൺ ചാക്കോയെ ഡി അഡിക്ഷൻ സെൻ്ററിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ പിടികൂടുന്ന പലരെയും ഡി അഡിക്ഷൻ സെൻ്ററിലാക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ തെറ്റ് ചെയ്തവരെ തിരുത്താനുള്ള ഒരു പോലീസിൻ്റെ നീക്കം തന്നെയല്ലേ അത്? അതെ അതെ, ഇന്നലെയും എൻ്റെ അടുത്ത് പലരും രക്ഷിതാക്കൾ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മകൻ ഇതുപോലെ ഡി അഡിക്ഷൻ സെൻ്റർ 30 വയസ്സ് 31 വയസ്സായി പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. അവരുടെ അടുത്ത് ഇതാക്കി അവരെ പിന്തലം അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഡി അഡിക്ഷൻ സെൻ്ററിൽ നേരത്തെ 2 പ്രാവശ്യം കിടന്നാണ് ആൾ, വീണ്ടും ഉപയോഗം വന്ന്. അപ്പോൾ പല മാതാപിതാക്കളും ഇവിടുത്തെ സങ്കടത്തോട് വരാറുണ്ട് ഇവിടെ വന്ന് മകൻ്റെ അവസ്ഥ കൊണ്ട്. അപ്പോൾ നമ്മൾ പല ഡി അഡിക്ഷൻ സെൻ്ററായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ഡി അഡിക്ഷൻ സേവനം നമ്മൾ ബന്ധപ്പെട്ട് കൊടുക്കാറുണ്ടല്ലോ. നമ്മൾ സമീപിക്കുന്നവർ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് സർവീസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഏതായാലും കൊച്ചി സിറ്റിയിലെ ലഹരി വേട്ടയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന നർക്കോട്ടിക് AC അബ്ദുൽ സലാം സാറാണ് നമ്മളോട് പ്രതികരിച്ചത്. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള പരിശോധനകൾ തന്നെയായിരിക്കും നടക്കുക. സിറ്റിയെ ക്ലീൻ ആക്കുക എന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് പോലീസും എക്സൈസും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. അഷ്റഫിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.